expression. Hi guys, welcome back to Car Garage. Car Garage Ertigയുടെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സബ്വൂഫറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റ്സ്ലിങ്ങിൻ്റെ ഒരു സബ്വൂഫർ സെറ്റ് ചെയ്തു. അവിടെ ഏകദേശം കോസ്റ്റ് ഒരു 8500 രൂപ കോസ്റ്റ് വരുന്ന ഒരു സബ്വൂഫറാണ്. നല്ലൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിതിൽ യൂസ് ചെയ്ത വയറിംഗ് കിറ്റ് ഹമാമിൻ്റെ വയറിംഗ് കിറ്റായിരുന്നു. നമ്മൾ വയറിംഗ് കിറ്റ് പല ടൈപ്പ് വരും. 650 രൂപ തുടങ്ങി 750 രൂപയൊക്കെ വരും. പക്ഷേ ഞാൻ 1200 രൂപയുടെ ഹമാമിൻ്റെ വയറിംഗ് കിറ്റ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ സാധനങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന സ്പീക്കർ 2 ടൺ സ്പീക്കറായിട്ട് വരുന്നത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ തന്നെ ബാക്കിലേക്കും സ്പീക്കേഴ്സ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്വൂഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ താഴെ വരുന്ന രീതിയിലുള്ള സബ്വൂഫർ സെറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് മാറ്റ്സ്ലിങ്ങിൻ്റെ സബ്വൂഫറാണ്. നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്വൂഫറാണ്. നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ വേറെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 8500 റീസണബിൾ റേറ്റും ആണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. സ്റ്റീരിയോ ഓൾറെഡി നമ്മളുടെ ഉണ്ടായിരുന്ന സ്റ്റീരിയോ ആണ്. എനിക്കിത് യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി എനിക്ക് അയച്ചു തന്നെ. ഇപ്പോഴൊന്നുമല്ല, ഏകദേശം ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ തുടങ്ങിയപ്പോൾ ആ ടൈമിൽ എനിക്ക് അയച്ചു തന്നാണ്. പക്ഷേ 4 വർഷത്തോളം കണ്ടായിരുന്നുകൊണ്ട് ഈ സ്റ്റീരിയോ. ഇപ്പോഴൊരു കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് സപ്പോർട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി സ്പീക്കേഴ്സാണ് നമ്മുടെ ഇതിലൊക്കെ ഉള്ളത് കേട്ടോ. കമ്പനി സ്പീക്കേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു സ്പീക്കർ സെറ്റ് കാര്യങ്ങളൊക്കെ കയറ്റാം. സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റിൻ്റെ സെലക്ഷനാണ്. സീറ്റ് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാപ്പ മെറ്റീരിയൽ, സ്ലിങ്ക് മെറ്റീരിയൽ. ഇതിൽ നാപ്പ മെറ്റീരിയൽ സ്ലിങ്ക് മെറ്റീരിയലിനേക്കാളും കുറച്ച് റേറ്റ് കുറവാണ്. പക്ഷേ നല്ലൊരു നീറ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾക്ക് നമ്മളിവിടെ അടിച്ചു പോകുന്നത് നാപ്പ മെറ്റീരിയലാണ്. പിന്നെ സ്ലിങ്ക് ഇത് ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറയും. സ്ലിങ്ക് മെറ്റീരിയലാണ് നമ്മുടെ ലാൻസർ, ടോമിൻ്റെ ലാൻസറിൽ ചെയ്തിരിക്കുന്ന സ്ലിങ്ക് മെറ്റീരിയലാണ്. അത് ചെയ്തിട്ട് ഏകദേശം ഒരു 1-1.5 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു നീറ്റ്നസ് ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എവിടെയും അങ്ങനെ കട്ടാവേ ഇതൊന്നുമില്ല. നമ്മൾ ഇരിക്കും തോറും അതിന് ഫിനിഷിങ് കൂടി വരുന്ന രീതിയിലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ നാപ്പ മെറ്റീരിയലാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ച് പൈസ കൂടിയാലും കുഴപ്പമില്ല സ്ലിങ്ക് മെറ്റീരിയലിലേക്ക് മാറി. പിന്നെ ഉള്ളത് തന്നെ കളറിൻ്റെ ഒരു സെലക്ഷനായിരുന്നു. കളറ് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ബ്ലൂ കളർ അടിക്കാമെന്ന് വിചാരിച്ചു. എർട്ടിക ബ്ലൂ കളറിന് അടിച്ചാണത്. അപ്പോൾ സീറ്റ് ബ്ലൂ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബോറായിരിക്കും തോന്നി. പിന്നെ നമ്മൾ അതിൽ ബ്ലാക്ക് കളർ ഞങ്ങളങ്ങനെ സെലക്ട് ചെയ്തു കേട്ടോ. കാരണം ടോപ്പ് പിയാനോ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് അതിൽ സ്റ്റിച്ചിങ് നൂല് എന്ന് പറയുന്നത് വൈറ്റും നൂലും സ്റ്റിച്ചിങ് ചെയ്തു. പിന്നെ ഉള്ള കൺഫ്യൂഷനായിരുന്നു ഏത് മോഡൽ അടിക്കുന്നുള്ളത്. സ്പോർട്ടി വരുന്നുണ്ട്, പിന്നെ നമ്മൾ BMW വരുന്നൊരു മോഡലുണ്ട്, പിന്നെ വരുന്നത് നോർമൽ ടൈപ്പ്. അപ്പോൾ നോർമൽ ടൈപ്പ് എന്തായാലും നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം നമ്മുടെ വണ്ടി അടിക്കുമ്പോൾ എന്തായാലും ഒരു വ്യത്യാസം വേണം. സ്പോർട്ടി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോവേനെയും അതേപോലെ തന്നെ എർട്ടിഗനെ അപേക്ഷിച്ചിട്ട് ഇന്നോവയുടെ സ്പേസ് കുറച്ച് കൂടുതലുണ്ട് അവിടെ ഇരിക്കേണ്ട വശങ്ങളിൽ. അതുകൊണ്ട് സ്പോർട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എർട്ടിഗ അങ്ങനെയല്ല, ചെറുതായിട്ട് കൺജസ്റ്റഡ് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്ടി അടിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഉള്ള ചോയ്സായിരുന്നു. കഴിഞ്ഞൊരു ഗാർണറ്റ് റെഡ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ ഗാർണറ്റ് റെഡ് വീഡിയോയിൽ നമ്മൾ അടിച്ചിരിക്കുന്ന സീറ്റാണ് നമ്മുടെ വിൻസ് തൈ സപ്പോർട്ടൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു BMW ടൈപ്പ് ഒരു സീറ്റ്. അതേ ഈ ഒരു മോഡൽ സീറ്റ് ഗാർണറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെ. കാരണം ഇരുന്ന് യാത്ര ചെയ്യാനും പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ലോക്കൽ യാത്രയ്ക്കും ലോങ് യാത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ രണ്ടിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ ഞാനത്
സെലക്ട് ചെയ്തു. അത് ഇന്നോവയ്ക്കും മറ്റേ സീറ്റ് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എർട്ടിഗയ്ക്ക് ആ ഒരു സീറ്റ് അടിക്കുമ്പോൾ ഇവിടെ ബൾക്കി ആയിട്ടുള്ള സപ്പോർട്ടാണ് വരുന്നത്. വിൻ സപ്പോർട്ടൊക്കെ ആ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഏരിയ എർട്ടിഗയ്ക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ആ ഒരു സീറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ സീറ്റ് ഞങ്ങളത് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഏകദേശം ഫിനിഷ് ചെയ്തു. സീറ്റും നമ്മളുടെ സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റീരിയോ സെറ്റിങ് ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും, അതിൻ്റെയും സെറ്റിങ് കഴിഞ്ഞു. അങ്ങനെ വണ്ടി ഏകദേശം ഫൈനൽ ചെയ്തു. പിന്നെ നമ്മളുടെ വർക്കാണ് അലോയ് വീൽ പെയിൻറ്റിങ് ചെയ്യാനുള്ളത്. ഞാൻ ആ വർക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അലോയ് വീൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാ. ഈ അലോയ് വീലിൻ്റെ ഈ ഒരു കളർ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു കളറാണ്. അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസും പിന്നെ ഇന്നോവയ്ക്ക് വരുന്ന ഗ്രേയും പിന്നെ ഗാർണറ്റ് റെഡിൻ്റെ കുറച്ചെടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു കളറാണ്. ഇതിക്ക് മുമ്പ് ഒരു വൈറ്റ് വണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കും സെയിം ഈ ഒരു കളറാണ് നമ്മൾ അടിച്ചിരുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സിൽവർ ഷെയ്ഡ് എടുത്ത് കാണിക്കുന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഗുണം. അതെ, അപ്പോൾ അതടിച്ച് അത് വീല് സെറ്റായിട്ടുണ്ട് കേട്ടോ. വീലിന് ആദ്യം ഞാൻ സിൽവറാണ് പറഞ്ഞിട്ടുണ്ടായത്, കഴിഞ്ഞ വ്ളോഗുകളിൽ കണ്ടവർക്ക് അറിയാം. പക്ഷെ സിൽവർ അടിക്കുമ്പോൾ അതിനൊരു ഇപ്പോൾ ഓൾറെഡി സിൽവറാണ് കിടന്നിരുന്നത്, ഒരു പുതുമ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡാർക്ക് എഡീഷനിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി എടുക്കും എന്നുള്ളത്. എന്നാൽ മെയിൻ അഭിപ്രായം നമ്മുടെ തന്നെ ആയിരിക്കും. പക്ഷേ നോക്കിയപ്പോൾ ശരി തന്നെയാണ്, നല്ല അഭിപ്രായങ്ങൾ എന്തായാലും എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു കളർ അടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മളുടെ വണ്ടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോണത് എൻ്റെ വീട്ടുകാരെ ഇപ്പോൾ ഞാൻ പോണത് വൈഫിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വൈഫ് അവിടെയാണ്, അതായത് കൊച്ചി ഇപ്പോൾ 57 ദിവസമായത്. അപ്പോൾ 90-ലാണ് മാമോദിസ. അപ്പോൾ അവൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ആദ്യം കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം പോയി കാണിക്കും. വീട്ടിൽ ഡാഡിയും എൻ്റെ അനിയനും കണ്ടിട്ടുള്ളത്, പിന്നെ മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിറ്റേ ദിവസം എന്തായാലും കാണിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അവളുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് വണ്ടി പെയിൻറ്റിങ് അടിച്ചിട്ടു, പിന്നെ അവിടെ ഒന്നും ഇപ്പോൾ ചെയ്യണില്ല, കാരണം കയ്യിൽ കാശൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഫുള്ള് വർക്ക് ചെയ്ത കാര്യം അവൾക്ക് അറിയില്ല. അപ്പോൾ അവളുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഞാനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു പുതിയ വണ്ടി വാങ്ങണം മാതിരിയാണ് ഇപ്പം ഞാൻ വണ്ടി കൊണ്ടുപോകണത്. പിന്നെ ഞാൻ ഈ വണ്ടി വാങ്ങുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, സെയിം അതേപോലെ തന്നെയാണ് ആ റിയാക്ഷൻ തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു സന്തോഷം. നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അത് അങ്ങോട്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ ഒരു ജീവിക്കണം തന്നെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് ആഗ്രഹങ്ങൾ ഒതുക്കി വെച്ചിട്ട് വെറുതെ പൈസ സേവ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് കംഫർട്ടബിളാണ് എനിക്കിരിക്കാൻ. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട കളറ്, ഈ ബ്ലൂ കളർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പണ്ട് CB7 ബ്ലൂ ഇറങ്ങിയിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ അയൽവക്കത്ത്, അമ്മയുടെ വീടിൻ്റെ അയൽവക്കത്ത് CB7 ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ആ കളറിനോട് ഇഷ്ടമാണ്, ആ വണ്ടിയോട് ഇഷ്ടമാണ്. പിന്നെ ആ സിനിമകളിലൊക്കെ ആ വണ്ടി വന്നു ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു കളർ എനിക്ക് എപ്പോഴും ഫിക്സ് ആയിരുന്നു മൈൻഡിൽ. പിന്നെ ഒരു ലാൻസറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ചെറുപ്പ് കാലത്ത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫിക്സായി നമ്മുടെ വണ്ടി പെയിൻറ്റിങ് അടിക്കേണ്ട ടൈപ്പോൾ നമ്മളത് പെയിൻറ്റിങ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അവളുടെ റിയാക്ഷൻ കാര്യങ്ങൾ കാണാം. ശരിക്കും ഒരു കസ്റ്റമർ, ഇപ്പം നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ എൻ്റെ ഗ്യാരേജിൽ വന്നിട്ട് പണി ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുപോകില്ലേ, നമ്മുടെ ഫാമിലിനെ കാണിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോകില്ലേ, സെയിം അതേ എക്സ്പീരിയൻസാണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സെയിം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തമാവും കേട്ടോ. കാരണം സെയിം ആ എക്സ്പീരിയൻസാണ് കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത്. ഇന്ത്യക്ക് പെയിൻറ്റിങ് ചെയ്തപ്പോൾ എന്തായാലും അത് പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലറിയായിരുന്നു. ഇതും പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ള കാര്യം അറിയും, പക്ഷെ എന്ന് വരുന്നോ എപ്പോൾ വരുന്നൊന്നും കറക്റ്റ് അറിയില്ല.
ഞാൻ വീട്ടിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുറത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഡൗട്ട് അടിച്ചൊന്ന് ഡൗട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉണ്ണിക്കും മരുന്ന് കൊടുക്കായിരുന്നു, അപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് പുറത്തിറങ്ങി നിൽക്കാനാണ് പറഞ്ഞാണ്. എന്നിട്ടാണാവോ അവിടെ എത്തുമ്പോൾ അറിയാം കൊളാവോ ഇല്ല എന്നുള്ളത്. ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കും കേട്ടോ നിങ്ങൾ കേൾക്കാൻ പോണത്, കാരണം ഞാൻ പാട്ട് സൗണ്ട് കൂട്ടുന്നുണ്ട്. എക്സ്പ്രഷൻ എന്താ ഇപ്പൊ ആരുടെ വണ്ടി? എങ്ങനെയുണ്ട് ഇപ്പൊ? കട്ടയില്ല, ഉള്ളിലൊക്കെ നോക്ക്. അച്ചപ്പിള്ളിയൊക്കെ വെക്കും. എങ്ങനെയുണ്ട് ഇപ്പൊ? നീ വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെ വരുന്നത്? അപ്പച്ചനോടെ പോയി പുതിയ കാറെല്ലാം ആക്കിയാണേ. സംഭവം സക്സസ് ആയിട്ടുണ്ട്. പാട്ടൊക്കെ പണിയാവുന്നതാണ്, കോപ്പറേറ്റ് ഒക്കെ വരുന്നത് ദൈവത്തിനറിയാം. അത് ഹൃദയത്തിലെ പാട്ട് കറക്റ്റ് സമയത്തന്നെ എത്തി. അടിപൊളിയായിട്ടാ. അവരൊട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെയാവുന്നു. ഇനി അവളെ കൊണ്ടൊരു ഡ്രൈവ് പോവാ. അപ്പോൾ ഞങ്ങൾ ഇതേ വണ്ടി നമ്മുടെ വൈഫിനെ കാണിച്ചു, അതേപോലെ തന്നെ വീട്ടിലുള്ളവരെല്ലാം കാണിച്ച് ജസ്റ്റ് ഞാനും വൈഫൊക്കെ ആയിട്ട് ഡ്രൈവിങ്ങിന് പോയി. അങ്ങനെ നമ്മളുടെ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് വർക്ക് ഉണ്ട്, നമ്മുടെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ലോഗോ സ്റ്റിക്കർ ചെയ്യണം, അതേപോലെ ഒരു വെതർ സ്ട്രിപ്പ്, വണ്ടിയുടെ വെതർ സ്ട്രിപ്പ് വന്നിട്ടില്ല, അപ്പോൾ അത് വരുത്തണം. അങ്ങനെയുള്ള അല്ലറ ചില്ലറ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഫിനിഷ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ 5 മണിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫൈനൽ ഷോട്ടും കാര്യങ്ങളൊക്കെയും പിന്നെ ഈ വണ്ടിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നും ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ബാക്കിൽ കിടക്കുന്ന ആര്യൻ്റെ വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരിക്കുകയാണ് ആര്യ. നിങ്ങളതിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്ന ഷോട്ടുകളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ഇവിടെ സെറ്റിങ് ഇന്നിപ്പോൾ വൈകുന്നേരം 8:54 9 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ അതിൻ്റെ ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. CarJJ V2-ലാണ് അതിൻ്റെ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇത് കട്ടിങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിൻ്റെ ബഫിങ് കഴിഞ്ഞ്, കാരണം ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ കാരണം ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം പുതിയതാണ് ഈ വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് വരാം. ഇനി നമുക്ക് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ എർട്ടിഗയുടെ ഫൈനൽ ഷോട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ.
നാളെ കഴിഞ്ഞും മറ്റന്നാൾ.